ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അബ്ബുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ബർത്ത്ഡേ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ദേ ഞാൻ സെക്കൻഡ് ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചതിൽ നല്ലതിൽ മാത്രം എടുത്ത് തരണുള്ളൂ കേട്ടോ. ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പോൾ എനിക്ക് കുറേയൊക്കെ മടിയായിരുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞു ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പെൻഡിങ് ആയിട്ടുള്ള എല്ലാ വീഡിയോസ് ഇട്ടതിന് ശേഷം ഹോം ടൂർ ഇൻഷാ അല്ലാഹ് എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ മാർച്ച് 10-ാം തീയതി ആയിരുന്നു. 10-ാം തീയതി രാവിലത്തെ വിശേഷങ്ങളാണ് കാണുന്നത്. ആളെ കുളിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പാട് നിസ്സാരമല്ല. കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി വാശിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോഴൊക്കെ എൻ്റെ ഒപ്പം ഇങ്ങനെ പറയാൻ നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിപ്പിച്ച് സാധാ ഡ്രസ്സ് ഇടിപ്പിക്കുക. അത് കഴിഞ്ഞ് അന്ന് നോമ്പിൻ്റെ ദിവസമായതുകൊണ്ട് നമ്മൾ ഈവനിങ് ആയിരിക്കും നോമ്പ്. പിന്നെ ഒരു ജോലിക്കാരൊക്കെ ഉള്ളതുകൊണ്ടും ഈവനിങ് ആണ് നമ്മൾ വിചാരിച്ചത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. സെലിബ്രേറ്റ് എന്നൊന്നും പറയാനില്ല, ഒരു കേക്ക് കട്ടിങ് ഉണ്ട്. പിന്നെ കേക്ക് വാങ്ങണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് മോനിക്ക് കേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് അങ്ങനെ അത് ഓർഡർ ചെയ്തു. പിന്നെ എനിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആണെങ്കിലും ഞാൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഞാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുക്കാനും ഡെക്കറേറ്റൊക്കെ ചെയ്യാനും ബലൂൺ വീർപ്പിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, കൂട്ടത്തിൽപ്പെട്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആസിഫാണ് എനിക്ക് മോനിക്ക് കേക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ചു. ഡെലിവറി ബോയ് വന്നിട്ടുണ്ട്, അത് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഹണി കേക്കാണ് ഓർഡർ ചെയ്തത്. അവനോട് ചോദിച്ചു എന്തെങ്കിലും തീമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പറഞ്ഞു വേണ്ടാന്ന് സമ്മതിച്ചില്ല. അപ്പം ഹണി കേക്ക് അവൻ ഗിഫ്റ്റ് ചെയ്തിട്ടാ. അപ്പം അത് വാങ്ങി വന്ന് പിന്നെ ഈവനിങ് ആയിട്ടുള്ള വിശേഷങ്ങളാണ് കാണുന്നത്. അപ്പം അവൻ ഇട്ടൊക്കെ ഡ്രസ്സ് ഉമ്മിച്ച് മുന്നേ കൊടുത്തയച്ച ഡ്രസ്സാണ്. അപ്പം നിസ്കരിക്കാതിരിക്കുമ്പോഴായിരുന്നു അങ്ങ് സർപ്രൈസായിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ട് സൈക്കിൾ അവൻ കണ്ട്. ഞാൻ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ട് സൈക്കിളിൻ്റെ ബോക്സ് കണ്ടു. അപ്പം പിന്നെ എനിക്കത് പൊട്ടിക്കണം. സംഭവം ആൾക്ക് ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കണം എന്നുള്ളൊരു ഇത് വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും അവന് കണ്ട് ഞാൻ പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് പൊട്ടിച്ചത് ഫിറ്റ് ചെയ്യുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ അതിപ്പോൾ ഈവനിങ് അവർ ഉച്ചയ്ക്ക് എത്തുമല്ലോ നോമ്പിൻ്റെ സമയത്ത്. ഇവർക്ക് അന്ന് ജോബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് 1:30 കഴിയും. പിന്നീട് എത്തുമ്പോൾ ഒരു 1:45-2 മണിക്കൊക്കെ അവരെത്തും. അത് തന്നെയാണ് സിനു എത്തുന്നത്. അപ്പം നോമ്പ് തുറയുടെ എന്താ പറയുക പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. കാരണം അവൻ്റെ ആ ഒരു അവൻ്റെ അത് ഫിറ്റ് ചെയ്യുന്നത് കാണാനുള്ളൊരു ഇഷ്ടവും അവന് പറഞ്ഞു കൊടുക്കുന്നത് അത് ദേ ഇത് എന്നൊക്കെ ഇങ്ങനെ പെട്ടിയിലെ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സൈക്കിൾ നമ്മളിങ്ങനെ ഓൺലൈൻ വാങ്ങിയതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ റീൽസിൽ കണ്ടിരുന്നു. ഖത്തറിൽ ഇങ്ങനെ ഒരു സൈക്കിൾ ഇങ്ങനെ നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി ഈടുണ്ട്, അടിപൊളിയാണ്, അത് 5 വയസ്സ് വരെ യൂസ് ചെയ്യാം അങ്ങനെ കണ്ടപ്പോൾ ഒരാഗ്രഹം അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമല്ലോ അവനിക്ക്. അപ്പോൾ അവനിക്ക് സൈക്കിള് വാങ്ങിക്കുക അങ്ങനെ വിചാരിച്ചു. സൈക്കിൾ കുറേ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കളിക്കാൻ ഉണ്ട്, പക്ഷെ ഉള്ളിൽ ഓടിക്കാനായിട്ട് ഈ ഒരു മോഡൽ കണ്ടപ്പോൾ ഓർഡർ ചെയ്താണ് നമ്മൾ. അപ്പോൾ അതിന് ഓർഡർ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ സാധനം എത്തിച്ചു തന്നു കേട്ടോ. എത്തിച്ച് തന്നെ അവരോട് പറയുകയും ചെയ്തു വേഗം എത്തിച്ച് തരണം, നമ്മൾ ഇഫ്താറിൻ്റെ ഇത് കഴിഞ്ഞിട്ട് മോനിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ഇഫ്താറിന് മുന്നേ തന്നെ അവരെത്തിച്ച് തന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ എന്താ അവൻ കാണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കട്ടിലിടയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അത് കണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എനിക്കൊണ്ട് കയ്യോടെ ഫിറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് കാണണം. പിന്നെ എനിക്കും പറഞ്ഞു കയ്യോടെ ഫിറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ, ഫസ്റ്റ് ടൈമല്ല ഇങ്ങനെ നമുക്ക് കടയിൽ പോയി വാങ്ങാറല്ല പതിവ്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈമല്ല, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഇതിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവൻ്റെ ഡ്രസ്സ് യെല്ലോവും വൈറ്റാണ് എടുത്തത് നമ്മൾ. അപ്പം ഇങ്ങനെ ഒരു 10 കണ്ടുണ്ടായിരുന്നു. അതിൽ 2 പൊട്ടിപ്പോയി. യെല്ലോ ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ആ ഒരു
ഇത് മാല പോലത്തതും. പിന്നെ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയൊരു വൈറ്റ് നെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നെറ്റ് വെച്ചിട്ട് എൻ്റെ ഒരു മനസ്സിൽ ഐഡിയ വെച്ച് ചെയ്തതാണ്. പക്ഷെ അത് ഇറങ്ങിപ്പോയി, എങ്ങനെ ഇരിക്കണുണ്ടായില്ല, ഞാൻ ഉദ്ദേശിച്ചൊരു ഇത് കിട്ടില്ല എനിക്ക്. പിന്നെ ഫോട്ടോസും ഓൾറെഡി എല്ലാത്തിലും വെക്കാറുണ്ട് ഞാൻ. അത് അനുക്ക പ്രിൻ്റ് അയച്ചു കൊടുത്ത് അനുക്ക പ്രിൻ്റ് എടുത്തോണ്ട് വരും. അപ്പം ഞാനത് നമ്മളെ മോൻ്റെ ജനിച്ചപ്പോൾ തുടങ്ങിയിട്ടുള്ള സെലക്റ്റീവായ കുറച്ച് ഫോട്ടോസുകളും അനുക്കാനായിട്ടുള്ള ഫോട്ടോസുകൾ, എന്നായിട്ടുള്ള ഫോട്ടോസുകൾ, ഫതുവിനായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് അതിന് വെച്ചു. പക്ഷേ ആ സംഭവം അടിപൊളിയായി. പക്ഷെ കുറച്ചൊരു കീറിയിരുന്നെങ്കിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ സെറ്റായാനായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അബ്ബുവിന് 2 ഡ്രസ്സ് വാങ്ങിയതാണ് ഇതിട്ടാ. ഇതും അതിന് അങ്ങനെ ഒരു കോഡ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത്തിരി ഭംഗിയൊക്കെ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഇത് അനുക്ക വാങ്ങിയതാണ്. ഇത് ഫതുവിൻ്റെ ബർത്ത്ഡേക്ക് ഫതുവിൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത പൂച്ചയും. കാരണം കാത്തു ആയിരുന്നു നമ്മളെ തീം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു സെറ്റപ്പൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തുവിന് എടുത്ത് വെച്ചതാണ്. ഇതാണ് അബ്ബുവിൻ്റെ ഷൂട്ടാ. ഇത് അബ്ബുവിന് ആ ഒരു മാച്ച് ആയിട്ടുള്ള ഷൂ കിട്ടി. അതിനൊരു സോക്സും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു യെല്ലോ അല്ല, ഒരു ബ്രൗണും ഓഫ് വൈറ്റും ആയിരുന്നു ആ ഒരു കളർ കോമ്പിനേഷൻ, കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ റെട്ടാക്കിയെന്നാണ് വാങ്ങിയത്. പിന്നെ രാവിലെ ഇട്ടത് ഉമ്മിച്ചി കൊടുത്തയച്ച ഡ്രസ്സായിരുന്നു. അപ്പോൾ അതിടുന്ന ഒരു റീൽസിനൊക്കെ വേണ്ടി എടുത്ത ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. ഞാനപ്പോൾ അത് ഇതാക്കി. പിന്നെ ആ നേരം ഫതുവിന് കുറച്ച് സർപ്രൈസ് ഉണ്ടായിരുന്നു. ഫതു വാങ്ങിയത് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല അബ്ബുവിനെ, കാരണം ഈ 2 വയസ്സായ കുട്ടിക്ക് എങ്ങനെ അറിയാനാണ്. പക്ഷെ അവളിങ്ങനെ പറയുന്നത്, എവിടെ നോക്ക് ഒരു ഗിഫ്റ്റ് ഇരിക്കണുണ്ടോ, ഇവിടെ നോക്ക് ഒരു ഗിഫ്റ്റ് ഇരിക്കണുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇത്താത്തന്മാരെ കുറച്ച് ഗിഫ്റ്റുകൾ കാണിക്കണം, ഇതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടുമ്പോൾ പൊട്ടിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പൊട്ടിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് ഇവരെ ഐഡിയകൾ ഒപ്പിച്ചിട്ട് ഇവരെന്നെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. കുറച്ചും കൂടി പ്രായമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ നല്ല രസമാണ്. ഇവനിക്ക് എന്താ അറിയുക. അപ്പോൾ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ നോക്കണം പറഞ്ഞ് എടുപ്പിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ അവളുടെ ഒരു സന്തോഷം, അവളുടെയും ഐഷയുടെ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഫതു വാങ്ങിയത്. മറ്റേത് ഐഷയും സീനോ സഫ്നയും കൂടി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ മിഠായി, പിന്നെ അതുപോലെ കുറച്ച് നാളൊക്കെ അവളിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുണ്യെ കൊണ്ടിടിപ്പിക്കുന്നതാണ് കാണുന്നത്. ഭയങ്കര ഇതായിട്ടാ, ഭയങ്കര ആക്ടിങ് കേട്ടാ. അവൻ കണ്ടപ്പോൾ തന്നെ വേഗം എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആൾ. ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഏറ്റവും ചെറിയ ഗിഫ്റ്റ് കിട്ടിയപ്പോഴാണ് ഹാപ്പി ആയതാണ് ഐഷ പറയണത്. അപ്പം അങ്ങനെ ഈവനിങ് ആയിട്ട് നമ്മൾ ഒന്ന് ഞാൻ കിട്ടിയ സമയത്ത് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ അതേ എന്താ പറയുക, അബ്ബുഡോനെ റെഡിയാക്കി. പിന്നെ ഒരു മിഠായി ഞാൻ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് മധുരം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ അതേ ഡെക്കറേഷനൊക്കെ ആൾ നോക്കുന്ന കേട്ടോ, ആയ ഗോളായി. പിന്നെന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് വിഷമങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണ ആരും കൊണ്ട് വല്ലാണ്ടൊന്നും ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ എന്താ പറയുക, ഇത് ഓവറാക്കിയില്ല. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനങ്ങനെ ചെയ്തെന്നുള്ളൂ. സംഭവം ഭയങ്കര ആർഭാടാക്കിയാണ് വന്നത്. നമ്മൾ തന്നെ, ഞാനും എനിക്കും മക്കളും അതുപോലെ സീനും സഫ്നയും മോനും അതിന് നട്ടിപ്പോയിക്കാണ് ഐശ്യം. അങ്ങനെ നമ്മൾ മാത്രം കൂടിയിട്ടുള്ളൂ, വേറെ പുറത്തുനിന്ന് ഒരാളൊന്നുമില്ല. ഒരു രസം ഇത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവൻ വലുതാകുമ്പോൾ അവനക്കിത് കാണുമ്പോൾ സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് വീഡിയോ ഇടുന്നത് പോലും. അല്ല, എനിക്കിത് വീഡിയോ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പിന്നെ ഞാൻ എൻ്റെ അവൻ വലുതാവുമ്പോൾ ഇത് യൂട്യൂബിൽ കാണുമ്പോൾ കണ്ടിട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളതിൽ എങ്ങാനും ഫോൺ പോയാലോ, അല്ലെങ്കിൽ ഈ ഫോട്ടോസൊക്കെ പോയാൽ വീഡിയോസൊക്കെ പോയാലോ നമുക്ക് വലുതായി കാണാമല്ലോ, അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ പഴംപൊരി, ബജി, പിന്നെ ഞാൻ മറ്റേ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടിപ്പത്തിരി, സമൂസ ചീസും സമൂസ ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് പായസമാക്കിയില്ല, കാരണം പുഡിങ്ങുള്ളതുകൊണ്ട് പായസമാക്കിയില്ല. പിന്നെ ബീഫ് കറി, പിന്നെ പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ആക്കി. ഇപ്പം ഇതാണ് കേട്ടോ കേക്ക്. അതിൻ്റെ പേര് വെച്ചപ്പോൾ കറക്റ്റായിട്ട് ഇതാക്കി. അവൻ പറഞ്ഞു പേരിങ്ങനെയൊക്കെ വേണോ, അതിൻ്റെ പെറ്റ് നെയിം പോരെയെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു വേണ്ട, പേര് ഇങ്ങനെ തന്നെ എഴുതിക്കോളാം പറഞ്ഞ്. അപ്പം ഞാൻ ആ എടുത്ത വീഡിയോസിൽ വെച്ചിട്ട് ഒരു റീൽസ് എടുത്തതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഷോർട്സാണ് ഞാൻ അന്ന് റീലിലിട്ടതും അതിലൊക്കെ ഇട്ടത്. പിന്നെ ഞാൻ യൂട്യൂബിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഞാൻ പറയില്ല, ഭയങ്കര മടിയായിരുന്നു എനിക്കിടാനായിട്ട്. ഇപ്പോഴും മടിയായിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത്. പിന്നെ ആലോചിച്ചു, ഇട്ട് തുടങ്ങിയാൽ പിന്നെ എനിക്കിടാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇടാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ കേക്ക് നമ്മൾ വെച്ച്, പിന്നെ അവനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ആൾ തന്നെ ആദ്യം കഴിച്ചിട്ടാണ് എല്ലാവർക്കും കൊടുക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും വാങ്ങി കൊടുത്താൽ ബാക്കി പുള്ളിക്കാർ തന്നെ കേട്ടോ കഴിക്കണത്. അപ്പോൾ എനിക്ക് വാങ്ങിയത് എനിക്ക് കൊടുത്തു, ഫതു വാങ്ങിച്ചത് ഫതു കൊടുത്തു, സിനു വാങ്ങിയത് അവർ ആ ഫാമിലിയിൽ ഇത് വാങ്ങിയത് ഐഷ കൊടുത്തു. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും കേക്ക് വെച്ച് കൊടുക്കണ്ട, പുള്ളിക്കാരൻ തന്നെ
അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടത്. കാരണം എന്താണോ നമ്മൾ എടുത്തത് അങ്ങനെ എല്ലാത്തിലും എടുത്ത് അങ്ങനെ ഇട്ടു. കേക്ക് കട്ടിങ് കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. അതുമാത്രമല്ല, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.